വലിയ വിജയത്തിന് ശേഷവും മുഖ്യമന്ത്രി ആരെന്ന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏറെ വൈകിയും ചർച്ചകൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് ഡെസ്ക് കടക്കുകയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അടിയന്തര നേതൃയോഗം വിളിച്ച് മുസ്ലിം ലീഗ്. നാളെ രാവിലെ 10 മണിക്ക് പാണക്കാടാണ് യോഗം. മുബഷീർ പി അക്ബർ ചേരുന്നു വിശദാംശങ്ങളുമായി. മുബഷീർ, ഘടകകക്ഷികളുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു മുസ്ലിം ലീഗ്. എന്തായാലും ഈ അവസാന നിമിഷത്തിൽ ഒരു യോഗം വിളിക്കാൻ, അടിയന്തര നേതൃയോഗം നാളെ രാവിലെ 10 മണിക്ക് ചേരാൻ പോവുകയാണല്ലേ ലീഗ്? തീർച്ചയായും റോഷ്നിയെ, മുസ്ലിം ലീഗ് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതി, പാണക്കാടുള്ള വസതിയിൽ വെച്ചാണ് യോഗം ചേരാൻ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. PMS സലാം ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം അനന്തമായി നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗ് വലിയ അതൃപ്തി നേരത്തെ രേഖപ്പെടുത്തിയതാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരിടങ്ങളിലേക്കും പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യം ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതെന്ന രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണമായിരുന്നു ഇന്നലെ ലീഗ് നേതാവായിട്ടുള്ള പി അബ്ദുൽ ഹമീദ് നടത്തിയിരുന്നത്. കടുത്ത അതൃപ്തി മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിലുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശന് അനുകൂലമായിട്ടുള്ള നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നെങ്കിലും കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതിലും മുസ്ലിം ലീഗ് വലിയ അമർഷം തന്നെ നേരത്തെ രേഖപ്പെടുത്തിയതാണ്. അതോടൊപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികളുടെ നിലപാടിന് ഒരു പ്രസക്തിയുമില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് പ്രധാനപ്പെട്ട ഒരു അടിയന്തര യോഗം നാളെ വിളിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മുസ്ലിം ലീഗ് ഈ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്നതിനു ശേഷം ആദ്യമായിട്ട് വിളിക്കുന്നൊരു യോഗമാണിത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാണക്കാട് യോഗം ചേരുമെന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗുമായിട്ടൊരു ആശയവിനിമയം നടത്താറുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് മുസ്ലിം ലീഗിന് അത്തരമൊരു വിവരം, മുഖ്യമന്ത്രി ആരെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു വിവരം ഹൈക്കമാൻഡിൽ നിന്നോ മറ്റു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ അമർഷമുണ്ട്. കാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് നടന്നു വരുന്ന രീതിക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ വലിയ അമർഷം അവർ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് നാളത്തെ അടിയന്തര യോഗം ചേരാൻ പോകുന്നത്. പക്ഷേ അതിനുശേഷം കടുത്ത നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശേഷം ഇക്കാര്യത്തിൽ അതൃപ്തി പരസ്യമായി ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തൊരു സാഹചര്യം ഉൾപ്പെടെയാണ് മുന്നിലുള്ളത്. VD സതീശന് അനുകൂലമായിട്ടുള്ള പൊതുവികാരം മാനിക്കണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നിരീക്ഷകരെ കണ്ട സമയത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ തലസ്ഥാനത്ത് വെച്ച് പറഞ്ഞതാണ്. അതിനു മുമ്പ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ VD സതീശന് അനുകൂലമായിട്ടുള്ള പ്രതികരണം നടത്തിയതും നമ്മൾ കണ്ടതായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. 5 വർഷം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയാണ്, ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലും ഹൈക്കമാൻഡ് ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു ഒരാഴ്ച മുൻപൊക്കെ തന്നെ സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ VD സതീശന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും അവർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ പിന്നീടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തുള്ള അമർഷം അത് വലിയ രീതിയിൽ രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ലീഗിന്റെ നാളത്തെ അടിയന്തര യോഗം ചേരാൻ പോകുന്നത്. യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ യോഗത്തിൽ വെച്ച് തന്നെ കോൺഗ്രസിനെതിരെ ഒരു വിമർശനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. വിശേഷം 2011 നിന്നും വിഭിന്നമായി 2026 എത്തുമ്പോൾ UDF സർക്കാർ വരാൻ പോകുമ്പോൾ അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ ശക്തി കുറഞ്ഞു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ശക്തമായിട്ട് നടക്കുന്നു. വിശേഷം കോൺഗ്രസ് 63 സീറ്റിൽ വിജയിച്ചതാണ്. ലീഗ് 22 സീറ്റിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ ലീഗിന്റെ സമ്മർദ്ദ ശക്തി കുറയും. ലീഗിനൊരു തിരുത്തൽവാദിയായി മുന്നണിയിൽ മാറാൻ സാധിക്കില്ലെന്ന പ്രചാരണങ്ങൾ ഉൾപ്പെടെ ശക്തമായ ഘട്ടത്തിൽ കൂടിയാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട നാളത്തെ അടിയന്തര യോഗം ചേരാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് അവർക്കൊരു വിവരം ലഭിക്കും. അതിനുശേഷം ലീഗ് നിലപാട് പറയുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത്തവണ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ നാളത്തെ യോഗം ചേരാൻ പോകുന്നത്. ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. രോഷ്നി, മുബഷീർ, ഈ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഇന്നറിയുമോ നാളെ അറിയുമോ? അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിൽ വ്യക്തമായ ഒരു കാര്യം നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഇന്നറിഞ്ഞാലും ഇല്ലെങ്കിലും നാളത്തെ ലീഗിന്റെ ഈ അടിയന്തര യോഗം വളരെ നിർണായകമായിരിക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ കരുതുന്നത്. കാരണം VD സതീശനോടുള്ള പിന്തുണ മറിച്ച് ഒന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെങ്കിൽ പാർട്ടി വീണ്ടും ഒരു യോഗം ചേരുമെന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം, അതിനുശേഷം പിന്നീട് ലീഗ് ഒരു ജാഗ്രതയിലെത്തിയതുമാണ്.
ഏറ്റവും ഒടുക്കം ഹൈക്കമാൻഡ് ഇനി നേരിട്ട് വിളിച്ച് വീണ്ടും ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ ബന്ധപ്പെട്ട് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ സതീശൻ എന്ന് പറയാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇനി ഒരു നീക്കത്തിനില്ല എന്നായിരുന്നില്ലേ ലീഗിന്റെ ഏറ്റവും ഒടുവിലെ തീരുമാനം? അതിൽ നിന്നൊക്കെ മാറി നാളത്തെ ഈ അടിയന്തര യോഗം വിളിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ലീഗ് എത്തുന്നതിന് പിന്നിൽ കടുത്ത അമർഷമല്ലേ? ഇത്രയും നീണ്ടു പോകുന്നതിന് പിന്നിലുള്ള അതൃപ്തിയല്ലേ? തീർച്ചയായും റോഷി, അങ്ങനെ തന്നെ പറയേണ്ടി വരും തീർച്ചയായും. ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നിരീക്ഷകരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് പാർട്ടിയിൽ ചർച്ച ചെയ്ത അക്കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായം പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനും അപ്പുറത്തുള്ളൊരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നുള്ളതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ എന്ന പേരിനപ്പുറം കെ സിയിലേക്കോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്കോ പേര് പോവുകയാണെങ്കിൽ അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തുമെന്ന പരോക്ഷമായിട്ടുള്ള സൂചന ആ ഒരു ഘട്ടത്തിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയതാണ്. സാദിഖ് അലി തങ്ങൾ തുടർച്ചയായിട്ട് വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കിയതാണ്. സ്വാഭാവികമായിട്ടും അതുൾപ്പെടെ നമുക്ക് മുൻപിലുണ്ട്. അത്തരത്തിലുള്ള അതൃപ്തിയൊക്കെ തന്നെ ലീഗ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രിയെ ഇപ്പോഴും പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. അതിനിടയിൽ മുസ്ലിം ലീഗിനെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞ മുസ്ലിം ലീഗിനെ തുടർച്ചയായിട്ട് ചില കോൺഗ്രസ് നേതാക്കൾ കടന്നാക്രമിക്കും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ആദ്യം മാത്യു കുഴൽനാടനായിരുന്നു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ലീഗിന്റെ പ്രവർത്തകരിൽ നിന്നും മണ്ഡലത്തിൽ നിന്നുൾപ്പെടെ സംസ്ഥാന വ്യാപകമായിട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ എം ഹസൻ നടത്തിയ പ്രതികരണവും ലീഗിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ മാത്രം കാര്യമാണ്, ഘടകകക്ഷികൾക്ക് അക്കാര്യത്തിൽ പ്രസക്തിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ലീഗ് അവരുടെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പോകുന്നു, അത് പരസ്യമായി തന്നെ രേഖപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് മുസ്ലിം ലീഗുമായിട്ട് ആശയവിനിമയം നടത്തി അതിനുശേഷമുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതാണ് കഴിഞ്ഞ കാലം അത്രയും UDF-ന്റെ സർക്കാർ വരുമ്പോൾ നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഹൈക്കമാൻഡ് ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഈ മുസ്ലിം ലീഗുമായിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുൾപ്പെടെ മുൻനിർത്തിയിട്ടാകാം ഒരു പക്ഷേ ലീഗ് ഇത്തരമൊരു അടിയന്തര യോഗം നാളെ വിളിച്ചിട്ടുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നാളെ പാണക്കാട് വസതിയിലാണ് യോഗം ചേരാൻ പോകുന്നത്. റോഷ്നി, മുഖ്യമന്ത്രി ആരെന്നതിൽ കോൺഗ്രസിനകത്തെ ചർച്ചകൾ നീണ്ടു പോകുന്ന സാഹചര്യത്തിൽ ലീഗും ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. നാളെയുള്ള അടിയന്തര യോഗത്തിൽ അവർ ചില തീരുമാനങ്ങൾ എടുക്കുമോ? കാത്തിരുന്ന് കാണാം.